ആലുവ സിറ്റിക്ക് വളരെ അടുത്തായിട്ട് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് കോമൺ അമ്യൂണിറ്റീസോട് കൂടിയ ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 1.5 ഏക്കർ ലാൻഡിൽ 20 യൂണിറ്റ്സ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ല എന്ന് പറയുന്നത് 4 സെൻറ്റ് 600 ലെങ്സ് ലാൻഡിൽ 2175 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ്. ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 98 ലക്ഷം രൂപ മുതൽ 1,98 ലക്ഷം രൂപ വരെയാണ്. അമ്യൂണിറ്റീസ് വരുന്നത് പൂള്, ജിമ്മ്, ക്ലബ് ഹൗസ്, ജോഗിംഗ് ട്രാക്ക്, ഷട്ടിൽ കോർട്ട് എന്നിവേണ്ട സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ 24/7 സെക്യൂരിറ്റിയും ക്യാമറ സർവീസും അവൈലബിൾ ആണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻസിനേറ്റർ സൗകര്യവും കൂടി അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ അകത്തായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വില്ലയുടെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ വില്ല പ്രോജക്റ്റിൽ നിന്നും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ഉള്ള ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നിൽക്കുന്നത്. 5 മീറ്റർ വിഡ്ത്തുള്ള ഇൻറ്റേർണൽ റോഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കേബിളെല്ലാം അണ്ടർഗ്രൗണ്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർകോം സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. സോളാർ ലൈറ്റുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. പോർച്ച് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. സൈഡ് വശങ്ങളിൽ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ വർക്ക്, LED ലൈറ്റുകൾ ഉൾപ്പെടെ ഭംഗിയായിട്ടാണ് ഫ്രണ്ട് എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വാഹനം കൂടാതെ മറ്റൊരു വാഹനവും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എല്ലാ വില്ലയിലും 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വശങ്ങളിലേക്ക് നടക്കാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. ഇനി റെയിൻ വാട്ടർ പോകാനായിട്ടാണെന്നുണ്ടെങ്കിലും അതിനും സൗകര്യം ഒരുക്കി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ വില്ലയുടെ അകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷിൽ നാനോ ടൈലിൽ തന്നെയാണ് കൊടുത്തുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വടക്കോട്ടാണ്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. ഇതിൽ വിൻഡോസ് എല്ലാം വന്നിരിക്കുന്നത് UPVCയിൽ ടഫൻഡ് ഗ്ലാസ്സിലാണ് കൊടുത്തുള്ളത്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് ടീക്കൂഡിലാണ്. ഫുൾ പാനൽ ചെയ്തിരിക്കുന്നതും ടീക്കൂഡിൽ തന്നെയാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 അടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഫർണിച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫകളാണ് കൊടുത്തിട്ടുള്ളത്. പ്രീമിയം ലെവൽ ഫർണിച്ചേഴ്സാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ടീപ്പോ വരുന്നുണ്ട്. ഒരു സൈഡിൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി വലിപ്പമുള്ളൊരു TV ആണെങ്കിൽ ഈ ഭാഗത്ത് വെക്കാനുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സ്റ്റെയറിനകത്തായിട്ടാണ് ഇൻവെർട്ടറിലൊരു സ്പേസ് വന്നിരിക്കുന്നത്. BLDC ഫാൻ വരുന്നുണ്ട്. ഫുള്ളി കട്ടനൊക്കെ കൊടുത്ത്, അതായത് ഫുൾ ലെങ്ത് കട്ടനൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നോർത്ത് സൈഡാണ്. വലിപ്പമുള്ള വിൻഡോസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത് കട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെയും ഫുൾ ലെങ്ത് കട്ടൻ വരുന്നുണ്ട്. പ്രീമിയം ലെവൽ ഫർണിച്ചേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 6 ചെയറിൻ്റെ ടേബിൾ വന്നിട്ടുണ്ട്. അതും ടീക്കൂഡിൽ തന്നെയാണ്. BLDC ഫാൻ വരുന്നുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ ആണ്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ ടൈലിന് വ്യത്യാസമുണ്ട്. മാറ്റ് ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. L ഷേപ്പിലാണ് ഇവിടെ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലൈവുഡിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓട്ടോ ക്ലോസ് ആണ്. അപ്പം ഇതെല്ലാം ടാൻഡം ബോക്സിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ് ക്ലോസ്ഡാണ്. സൈഡ് വശങ്ങളിലെല്ലാം നല്ല ടൈലുകൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നോർത്ത് സൈഡ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഫുഡും ഹോബൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ട് ഇനി ഒരു സിങ്ക് വരാനുണ്ട്. വശങ്ങളെല്ലാം പവർ പോയിൻറ്റുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി സിങ്കിൻ്റെ പോർഷൻ വെക്കാനുണ്ട്. ഇനി വലിയൊരു ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ
എത്ര വലിയ ഫ്രിഡ്ജ് ആണെങ്കിലും ഈ ഭാഗത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്പേസ് കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിഷ് വാഷർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഓവൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 പ്രീമിയം ലെവൽ ചെയർ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് ഭംഗിയായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനിലേക്കാണ് പോകുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കോമൺ ടോയ്ലറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാങ്ങിങ് ക്ലോസറ്റാണ്. ഇവിടെയും വന്നിരിക്കുന്ന ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ്. ഫ്ലഷ് ടാങ്ക് വന്നിരിക്കുന്നത് ഗബ്രീൽ എന്നൊരു കമ്പനിയുടെയും കൂടിയാണ്. അപ്പം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡോറുകളാണ്. നല്ല പ്രീമിയം ലെവൽ ഡോർസ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടെ ഗ്രാനൈറ്റ് കൊടുത്തുള്ളത്. ഇതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ധാരാളം വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ താഴെ കൊടുക്കാനുള്ള സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഡോറ് വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലാണ്. ഇവിടെ വിൻഡോസ് വന്നിരിക്കുന്നത് തന്നെ നല്ല വലിപ്പത്തിൽ തന്നെയാണ്. ബ്ലൈൻഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. 2 കിച്ചണുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കൗണ്ടറിൻ്റെ മേലെയായിട്ട് ജാഗോൻ്റെ വലിപ്പമുള്ള വാഷ് കൗണ്ടറാണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇനി ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓൾറെഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ തീമും ഒലീവ് ഗ്രീനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുകയാണ്. ബെഡ്, കോട്ട്, പില്ലോ, ബ്ലാങ്കറ്റ് എല്ലാം കൊണ്ടും അലങ്കരിച്ചുള്ളൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കബോർഡിൻ്റെ കാര്യത്തെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അതിവിശാലമായുള്ള കബോർഡാണ്. വിസിബിളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കളർ തീം എന്ന് പറയുന്നത് ഒരു ഒലീവ് ഗ്രീൻ ടൈപ്പിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കട്ടൺ വരെ ആ ഒരു കളർ പാറ്റേണിൽ ഒരു ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്കൊന്ന് വരാം. കയറി വരുമ്പോൾ തന്നെയായിട്ട് ഒരു മിക്സർ വന്നിട്ടുണ്ട്. ജാഗോൻ്റെ വാഷ് ബേസും വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വന്നിട്ട് ഒരു കൗണ്ടറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഡയവേറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ ഇനി വരാനുണ്ട്. ടെലിഫോൺ ഷവറും കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ മേലെയായിട്ട് ഒറ്റ ടൈൽ പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. വെറ്റ് ഡ്രൈ ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കളർ പാറ്റേൺ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൂടി ചെയ്യാവുന്നതുമാണ്. അപ്പോൾ പ്രീമിയം ലെവലായിട്ടുള്ളൊരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ ടീക്കൂഡാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് മേലേക്ക് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇത് സൗത്ത് സൈഡാണ്. വലിപ്പമുള്ള വിൻഡോസും കട്ടനും വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിലും വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത് ടീക്കൂഡിലാണ്. ടഫിൻ്റെ ഗ്ലാസും വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഇത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴത്തെ അതേ കളർ തീം തന്നെ മേലെയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ബെഡ്, കോട്ട് എല്ലാ സാധനങ്ങളും ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കബോർഡിന് മാത്രമാണ് മാറ്റം വന്നുള്ളത്. സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിസിബിൾ അല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ LED ലൈറ്റുകളും വരാനുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ്ങിലെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പം ഇവിടെയും ഭംഗിയായിട്ട് ബെഡ്, കോട്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഫുഡ് റെസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് ബെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ കബോർഡും വലിപ്പമുള്ള കബോർഡാണ്. ഫുൾ ലെങ്ത് മിറർ വരുന്നുണ്ട് ഡോറിൽ. ഇതിൻ്റെ കളർ തീം എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ള വിൻഡോസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ടൈലാണ്. അതിന് കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. കൗണ്ടർ ടേബിൾ വാഷ് ബേസിനും കൗണ്ടറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഡയവേറ്റർ വന്നുള്ളത്. റെയിൻ ഷവർ ഇനി വരാനുണ്ട്. ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ ഷവർ വരുന്നുണ്ട്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൂടി ചേർത്ത് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടവലെല്ലാം വെറ്റ് ഡ്രൈ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്.
ഇതിനെ ശരിക്കും ഒരു ബെഡ്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, TV സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അത്രയും സ്പേഷ്യസ് ആണ് ഈ അപ്പർ ലിവിങ് സ്പേസ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഇതിന് വിൻഡോസ് വന്നുള്ളത്. UPVCയിലാണ് ചെയ്തുള്ളത്. ഫുൾ ലെങ്ത് കർട്ടൻ വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരികയാണ്. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്, അയൺ ടേബിൾ ഇടാവുന്നതാണ്. സൈഡ് വശങ്ങളിൽ നിന്നും ഗ്ലാസ് കൊടുത്തിരിക്കുന്നതൊക്കെ UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് HCയുടെ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗത്തും UPVC ഡോറും വന്നിട്ടുണ്ട്. മഴ നനയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്, അതായത് നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. അടുക്കളയുടെ മേലെയാണ് യൂട്ടിലിറ്റി സ്പേസ് വന്നുള്ളത്. ഓപ്പൺ ടെറസിലേക്ക് ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇനി മേലെ റൂഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടാങ്ക് വന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് അടിച്ച് അതിൻ്റെ മേലെയായിട്ടാണ്, അതുകൊണ്ട് താഴെ നല്ല പ്രഷറും കിട്ടും. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. അതും കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേലെ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ 3-4 ചെയർ ഇടാൻ സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു ഊഞ്ഞാലും കൂടി സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് അവിടെയുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസും വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ പാറ്റേണിലാണ് അതിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുള്ളത്. അപ്പം മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആലുവ സിറ്റിക്കും മെട്രോ സ്റ്റേഷനും വളരെ അടുത്തായിട്ടുള്ളൊരു പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ 98 ലക്ഷം രൂപ മുതൽ 1,98 ലക്ഷം രൂപ വരെയുള്ള വീടുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീടിന് എല്ലാ ബാങ്കിൽ നിന്നും ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ലോണിൻ്റെ ഡീറ്റെയിൽസിനും വീടിൻ്റെ ഡീറ്റെയിൽസിനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.